ഞങ്ങളുടെ ആ ബെഡ്റൂമിൽ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രസൻസ് അത് എൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഫീൽ ചെയ്യാമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു അമ്മയും മാതാവും ഉണ്ട്, ഇവിടെ അമ്മയും മാതാവും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എൻ്റെ ഉദരത്തിൽ എൻ്റെ അമ്മ മാതാവ് ഒരു കുഞ്ഞിനെ എനിക്ക് തരുമെന്ന്. അങ്ങനെ ജൂൺ 1 വീക്കിലാണ് ഇത് നടന്നത്. ജൂൺ 10 ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവായിരുന്നു, ഞാൻ പ്രഗ്നൻ്റായി. ഈവൻ ദോ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഓക്കെ പ്രഗ്നൻ്റായി, ഈവൻ ദോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, മരുന്നെല്ലാം സീഷേഴ്സിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഡെവലപ്മെൻറ്റിൽ നോർമലി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റ് എല്ലാം നോർമലാണോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 20th വീക്കിൻ്റെ സ്കാനിങ്ങിലാണ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല, പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും കേൾക്കാൻ തുടങ്ങി. അവിടെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊന്നും ചെന്ന് കാണാൻ പറ്റില്ല, പക്ഷെ അവിടെ സ്റ്റുഡൻസ് ഒരുപാടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഷെഫ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് അവർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. അവിടെ വൈദികരുണ്ട്, അവർക്കൊക്കെ ഫുഡ് വെച്ച് കൊടുക്കുക. പിന്നെ പറ്റുന്ന പോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. അവിടെ കുർബാന ഇല്ലാന്നിട്ട് പോലും അവിടെ ഒരു മലയാളി വൈദികൻ കുർബാന അർപ്പിക്കുന്ന ദിവസം 3-4 പേർക്കാണ് കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അതിൽ ഞങ്ങൾക്കൊരു ചാൻസ് എപ്പോഴും തന്നിരുന്നു ആ അച്ഛൻ. ഞങ്ങൾ 2 പേരും വിളിച്ച് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. അങ്ങനെ 20th വീക്കിൻ്റെ സ്കാനിങ്ങിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും കയ്യിൽ കൊന്തയുണ്ടാവും. കയറിയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട, കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, ഹെൽത്തി ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു. സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് ഡൗട്ട് ആയിരുന്നത് ക്ലെഫ്റ്റ് ലിപ്പോ ക്ലെഫ്റ്റ് പാലറ്റോ ഉണ്ടാവുമെന്നാണ്. അപ്പം നോക്കിയപ്പോൾ നോർമലായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ നോക്കി, ആൾ ഭയങ്കര ടെൻഷനിലായിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഞങ്ങൾ സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് തിരികെ പോന്നു. പക്ഷേ ഒരു 6 മാസമായപ്പോൾ ഞാൻ എൻ്റെ റൈറ്റ് സൈഡ് ഇടിച്ച് താഴെ തെന്നി വീണു. അവിടെ സ്നോ ആയതുകൊണ്ട് തെന്നി ഞാൻ അവിടെ വീണു. ആ ഒരു ട്രോമ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും എനിക്ക് മൈനറായിട്ടൊരു സീഷേഴ്സ് വന്നു. പക്ഷെ അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു ബേബിക്ക് ഒരു കുഴപ്പമില്ല, നീ ടെൻഷൻ ആവാതിരുന്നാൽ മതി,